മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവൻ്റെ ഒക്കെ എല്ലാ സ്വപ്നങ്ങളും പൊളിച്ചടക്കിക്കൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ഒന്നാകുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണനെ മഹാലക്ഷ്മി കാണാൻ ചെല്ലുന്ന സമയത്ത് കണ്ണൻ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ച് ആനന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മഹാലക്ഷ്മി കുഴഞ്ഞു വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നീട് തോമസ് ഡോക്ടർ വന്ന് തോമസ് ഡോക്ടറുടെ സഹോദരിയായ എലിസബത്ത് ഡോക്ടറെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്താ ചായ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ, ഈ കണ്ണൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഈ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, കണ്ണൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു, അതുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ പെരുമാറണേ. എന്തായാലും അയാളെ വിളിച്ച് ഇച്ചായനൊന്ന് വിവരം പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോമസ് ഡോക്ടർ വെളിയിൽ ഇറങ്ങി വന്നതും ഈ അനന്തൂനെയും ലേഹനെയും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, ഇതെന്താ നിങ്ങൾ ആരും എന്നെ അറിയിക്കാതിരുന്നത്, എലിസബത്ത് പറഞ്ഞിട്ട് വേണോ ഞാൻ കാര്യങ്ങൾ അറിയാൻ, എൻ്റെ സഹോദരി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ മഹാലക്ഷ്മിയുടെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മഹാലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും അപ്പം അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞത്, നിങ്ങളെന്താ എന്നെ അറിയിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ ഈ അനന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ണനെ വിളിച്ചിരുന്നു, പക്ഷേ കണ്ണൻ ഫോൺ എടുത്തില്ല, സാറൊന്ന് വിളിച്ച് നോക്കിയെന്ന്, എന്നാൽ ഞാനിപ്പോൾ തന്നെ വിളിച്ച് കണ്ണനോട് വിവരം പറയാം, എന്തായാലും ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് തോമസ് ഡോക്ടർ അങ്ങനെ മാറി നിന്നിട്ട് കണ്ണന് വിളിക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കുമ്പം തോമസ് വൈദ്യരെന്ന് എഴുതി കാണിച്ചതും തോമസ് സാറാണല്ലോ, എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഓർത്ത് ഫോൺ എടുത്തതും തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, താനിപ്പോൾ എവിടെയാണ്, താനവിടെ വാശിയും ദേഷ്യവും വെച്ചുകൊണ്ടിരുന്നോ, തൻ്റെ ഭാര്യ മഹാലക്ഷ്മി ഇവിടെ ICUലാണെന്ന് പറയുന്നു. അത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, തോമസ് ഡോക്ടറുടെ അടുത്താണെന്ന് ചോദിക്കുമ്പം എൻ്റെ അടുത്ത് ICU ഉണ്ടോ, എൻ്റെ സഹോദരിയുടെ ആസ്പത്രിയിലാണ്, മഹാലക്ഷ്മിയെ അവിടെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കണേ, തനിക്ക് വരാൻ പറ്റുമെങ്കിൽ താനും കൂടി വാ, ഇല്ലെങ്കിൽ വരണ്ടാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തോമസ് ഡോക്ടർ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈടെ അനന്തുവിനോടും ലേഹനോടും തോമസ് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സത്യമൊക്കെ മറച്ചു വെച്ചത്. ആ സമയം അനന്തു ലേഹയും പറയുന്നുണ്ട്, ഇതിപ്പോൾ അടുത്ത ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത്, അത് കണ്ണനോട് എങ്ങനെയാണ് പറയണതെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്, ഞങ്ങൾക്കറിയാം കണ്ണൻ്റെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ പറയാണ്ടിരുന്നത്. എന്തായാലും കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മഹാലക്ഷ്മി പോയത് കണ്ണൻ്റെ അടുത്തേക്ക് തന്നെയായിരിക്കും. അവിടെ ചെന്നപ്പോൾ എന്തായാലും അവളെ അവിടെ നിന്ന് ആട്ടിയിറക്കി വിട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നിങ്ങൾക്കെങ്കിലും ഇത് കണ്ണനോട് സൂചിപ്പിക്കായിരുന്നു. അനന്തുവിന് കണ്ണൻ്റെ അച്ഛനുള്ള കാലം തൊട്ട് കണ്ണനുമായിട്ട് കൂട്ടുള്ളതല്ലേ, കണ്ണൻ്റെ അച്ഛൻ്റെ മരണശേഷം കണ്ണൻ്റെ അവസ്ഥയും അനന്തുവിന് അറിയായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് അനന്തു ഇത് കണ്ണനോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പം അതിന് മഹാലക്ഷ്മി തെറ്റുകാരി അല്ലല്ലോ സാറേ, മഹിക്കന്ന് 5 വയസ്സേ ഉള്ളൂ, 5 വയസ്സുള്ള കുട്ടി ആ കൂടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അത് നമ്മളുടെ ന്യായമല്ലേ, ഇത്രയും നാളായിട്ടും കണ്ണനോട് ആ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നതിൻ്റെ ദേഷ്യ കണ്ണന്, എന്തായാലും കൂടി വരട്ടെ, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാമെന്ന്. പിന്നീട് കണ്ണനാണെങ്കിൽ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ചെന്ന് നിന്ന് മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണ സമയത്ത് ആ ഒരു ദിവ്യയായ അമ്മ മുന്നിൽ വരുന്നുണ്ട്. എന്നിട്ട് എന്താ മോനെ കുറച്ച് ടെൻഷനിലാണല്ലോ, ആ മോൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, മോൻ സമാധാനമായിട്ട് പോ, പിന്നെ ആ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കേട്ടോ, നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത് ദൈവങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ആ മോളുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ആ മോളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് മോനക്ക് നല്ലതിനല്ല, പിന്നെ മോൻ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്, അത് വഴി അറിഞ്ഞോളും, എന്തായാലും മോനിപ്പോൾ ആസ്പത്രിയിലേക്ക് ചെല്ലുമെന്ന് പറയണു. അങ്ങനെ കണ്ണനാണെങ്കിൽ വേഗം ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്. ഇതേസമയം അനന്തു ലേഖ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്, കണ്ണേട്ടനെ കണ്ടില്ലല്ലോ, കണ്ണേട്ടൻ ഇപ്പോൾ വരില്ലായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇനിയും അവൻ വന്നില്ലെങ്കിൽ അവനും ഞാനുമായിട്ടുള്ള സൗഹൃദത്തിനൊന്നും ഒരർത്ഥവും ഇല്ലാന്നേ എനിക്ക് തോന്നുള്ളൂ, എന്നാലും മഹിക്ക് അറിയാതെ പറ്റിയൊരു തെറ്റല്ലേ, അതിന് ഇത്രയധികം മഹിയെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതേസമയം തോമസ് ഡോക്ടർ ആണെങ്കിൽ എലിസബത്ത് ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ കണ്ടീഷൻ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് കണ്ണനോട് ഇച്ചായനൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പം കണ്ണനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമായിരിക്കും, എന്തായാലും കണ്ണൻ വന്നതിന് ശേഷം ഞാൻ കാര്യമായിട്ട് തന്നെ സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് തോമസ് ഡോക്ടർ അനന്തുവിൻ്റെ ലേഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ലേഹ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കയ്യിലെടുക്കണമെന്നും ഓമനിക്കണമെന്നും, അതിന് വേണ്ടിയിട്ടാണല്ലോ അയാളെ ലേഹയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി നോക്കിക്കൊണ്ടിരിക്കുന്നതും, അതിന് ഒരാപത്തും വരരുത്, അതിനു വേണ്ടി നിങ്ങളെയും കൊണ്ട് പറ്റണത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യണം. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാലൊന്നും കണ്ണൻ അനുസരിക്കില്ല, സാറ് തന്നെ അവനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പം അവൻ വരട്ടെ, ഞാൻ അവനെ ഉപദേശിക്കാം എന്ന് പറയണു. അങ്ങനെ
അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും അനന്തുവിനോട് ചോദിക്കുന്നുണ്ട് മഹിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മഹി ഇന്ന് നിന്നെ കാണാനല്ലേ വന്നത്, എന്നിട്ട് നീ അവളെ അവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഞാൻ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് ഇറങ്ങിയതും മഹി കുഴഞ്ഞു വീണു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിന് മാത്രം ദേഷ്യപ്പെടാൻ മഹി എന്ത് തെറ്റാ ചെയ്തത്, നിന്നോട് മഹി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അതിനു മുന്നേ തന്നെ ആ പ്രതാപം പറഞ്ഞ് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അന്നേരം അനന്ത് പറയുന്നുണ്ട് 5 വയസ്സുള്ള ഒരു കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയണേ. പിന്നീട് മഹി പല പ്രാവശ്യം നിന്നോട് ഇത് പറയാനും ഒരുങ്ങിയതാ. അപ്പോഴൊക്കെ മഹിക്ക് മനസ്സിലായി നിനക്ക് നിൻ്റെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഭയന്നിട്ട് തന്നെയാണ് മഹി പറയാതിരുന്നത്. പിന്നെ ഞങ്ങൾ അറിഞ്ഞതും ഈ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോഴും മഹി ഞങ്ങളോട് പറഞ്ഞത് നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് മഹിയേക്കാളും കൂടുതലായിട്ട് അറിയാം നിനക്ക് നിൻ്റെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നോട് ഈ സത്യം പറയാതിരുന്നത്. അതേസമയം നമ്മുടെ എലിസബത്ത് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും കണ്ണൻ ചെന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് മഹിക്കെന്ന് വയ്ക്കുമ്പം ഇപ്പം മഹാലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ കണ്ടീഷൻ തുടർന്ന് പോയാൽ ബുദ്ധിമുട്ടാവും, എനിക്ക് മഹിയൊന്ന് കാണാൻ പറ്റുമെന്ന് വയ്ക്കുമ്പം അതിനെന്താ പോയി കണ്ടോയെന്നും പറഞ്ഞ് ഈ കണ്ണനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അന്നേരമാണ് കണ്ണനെ അങ്ങോട്ട് ചെല്ലണത്. ആ നേരത്ത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, സങ്കടം ആവുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ വന്നല്ലോ, എനിക്ക് സമാധാനമായി, കണ്ണേട്ട എനിക്ക് മാപ്പ് തരണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ആ സമയത്ത് കണ്ണൻ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് ഞാൻ തന്നോട് തെറ്റ് ചെയ്തു പോയി, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തേ, താൻ എനിക്ക് മാപ്പ് തരണം. താൻ അവിടെ വന്നപ്പോൾ എന്നോട് ക്ഷമ പറഞ്ഞു, പക്ഷേ ഞാൻ തന്നോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറയുക. അന്നേരം എനിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല, എല്ലാവരും എന്നിൽ നിന്നും സത്യങ്ങൾ മറച്ചു വച്ചു എന്ന് തോന്നിയപ്പോൾ എനിക്ക് എല്ലാവരോടും വെറുപ്പായി പോയി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട അന്ന് ആ സംഭവം നടക്കുമ്പോൾ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ രംഗം നേരിട്ട് കണ്ടിട്ട് പിന്നെ ഞാൻ ദിവസങ്ങളോളം കിടന്നുറങ്ങിയിട്ടില്ല. പിന്നീട് ഞാൻ കണ്ണേട്ടൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് നോക്കി. അന്നേരം എനിക്ക് കണ്ണേട്ടന് ഒരമ്മ തന്നെന്ന് പറഞ്ഞ ആ ഒരു വിഗ്രഹമില്ലേ അവിടെ കിടന്ന് കിട്ടിയതാണ്. അത് ആരുടെയും ശ്രദ്ധയപ്പെടാതെ കിടക്കുമായിരുന്നു. അത് ഞാൻ എടുത്ത് വീട്ടിൽ പൂജാമുറി കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് ഞാൻ പല ദിവസം കണ്ണേട്ടനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരിക്കൽ ഞാൻ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് കണ്ണേട്ടൻ അവിടെ വീൽ ചെയറിൽ വരുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീട് ഞാൻ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് മുഴുവൻ കണ്ണേട്ടന് നന്മ വരുത്തണേന്ന് മാത്രം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് കണ്ണേട്ടനെ എന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ അത്ഭുതത്തോടു കൂടി ഈ മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന വിഗ്രഹം കണ്ണേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വിഗ്രഹം പോലെ ഇരിക്കുന്നുണ്ടെന്ന്. ശരിക്കും ആ വിഗ്രഹം തന്നെയാണ് കണ്ണേട്ട നമ്മളെ ശരിക്കും യോജിപ്പിച്ചത് ദൈവങ്ങൾ തന്നെയാണ്, മിക്കവാറും അയ്യപ്പ ഭഗവാൻ തന്നെയായിരിക്കുമെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ വീണ്ടും സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് താൻ എന്തായാലും എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, തന്നോട് ഇത്രയും മോശമായിട്ട് ഞാൻ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്തായാലും ഞാൻ വെളിയിലിരിക്കാമെന്ന് പറഞ്ഞ് കണ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട പോവല്ലേ, കണ്ണേട്ടൻ ഇവിടെ ഇരിക്കുക, കണ്ണേട്ടനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളുടെ വിവാഹം കഴിഞ്ഞതും ഞാൻ കണ്ണേട്ടനോട് ഈ സത്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ പേടിയായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ 2ാം ലക്ഷം കാരണം വൈകല്യം സംഭവിച്ച കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ കണ്ണേട്ടനെ എഴുന്നേൽപ്പിച്ചത് നടത്തിയത് പോലും. എന്തായാലും ദൈവങ്ങളാണ് നമ്മളെ കൂട്ടി യോജിപ്പിച്ചതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് താൻ പറഞ്ഞത് ശരിയാ, എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിനേക്കാളും എനിക്കിപ്പോൾ വിലമതിക്കുന്നത് താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ നഷ്ടം എനിക്ക് എന്നും ഒരു വേദന തന്നെ, ആ വേദന ഈ ജന്മം പോവില്ല. പക്ഷേ അതിൻ്റെ കൂടെ തനിക്കോ നമ്മളുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണനാണെങ്കിൽ പ്രതാപനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം പൂർണ്ണമായിട്ടും കണ്ണന് മനസ്സിലായി കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് ഈ ഉണ്ണിയോടും ദുർഗയോടും ആ സത്യങ്ങളെല്ലാം കണ്ണൻ പറയുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കരുണയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായിട്ട് കരുണയുടെ കമലേശ്വരത്ത് നിന്നുള്ള പടിയിറക്കം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. ആ രീതിയിലാണ് ഇനി കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.